ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ സന്ധ്യലക്ഷ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഒരു മീഡിയം അളവ് തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പം പുളി എടുത്തിട്ട് നമുക്കിതുപോലെ വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം. അതിനുശേഷം ഞാൻ മീൻ ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴട്ടാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് ഉള്ളിയുടെ നിറമൊന്നും ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയാവും. ഇനി നമുക്ക് 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പച്ചമുളക് എരിയില്ലാത്ത പച്ചമുളകാണെങ്കിൽ 2 എണ്ണം കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഇടുന്ന സമയത്ത് കുറച്ചിടേണ്ടി വരും. അത് നമ്മുടെ മീൻ കറിക്ക് കളറ് കുറവായിട്ട് കാണിക്കും കേട്ടോ. അതുകൊണ്ടാണ് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊന്ന് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്താണ് നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഒരുപാട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് മൂത്താൽ മതിയാവും. എന്നിട്ട് അതിലോട്ട് നമുക്ക് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ പൊടികളുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ഒരു പച്ചമണം ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു 1 ടീസ്പൂണും ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് എരി ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ. അതിനുശേഷം ഞാൻ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പച്ചമണം മാറുന്നത് വരെയും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒരു മീഡിയം അളവ് തക്കാളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/2 സ്പൂണ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം നമ്മുടെ മുളക് പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ഉലുവ പൊടിച്ചത് ഒരു 1/2 സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഈ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് നേരത്തെ നമ്മൾ കുതിരാനിട്ട് വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. ഈ ഉപ്പിടുന്ന സമയത്ത് തന്നെ ഇതിൽ എരിവിനോ പുളിക്കോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ രുചിക്കനുസരിച്ചിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന മീൻ ചെറിയ കൊഴിയാളയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ വേണോ ഈ കറിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചൂര മീൻ കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ ഫ്രൈ ചെയ്യാനാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ തലയും കൂടി ഞാൻ ഈ ഒരു ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേവിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ തവി കൊണ്ട് ഇളക്കരുത്, അല്ലാതെ തന്നെ ചട്ടി പിടിച്ചിട്ട് നമുക്കൊന്ന് കുലുക്കി കൊടുത്താൽ മാത്രം മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റി മീൻ കറി റെഡിയാവും. ഞാൻ ഇച്ചിരി കറിവേപ്പിലയൊക്കെ മീൻ കറിയിൽ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ആ കറിവേപ്പിലയുടെ ആ ടേസ്റ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത്രയും കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതാ കറിവേപ്പിലയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.